ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഡെവലപ്പ് ചെയ്ത ഒരു സയൻറ്റിഫിക് ശാഖയായിട്ടുള്ള ആസ്ട്രോണമിയുടെ അടിസ്ഥാന യൂണിറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ആസ്ട്രോണമിയിലേക്കുള്ള കൂടുതൽ പഠനത്തിന് എളുപ്പമായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ വിവിധ വസ്തുക്കളെക്കുറിച്ച്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്ലാനറ്റ്സും എല്ലാം അടങ്ങുന്ന ഈ യൂണിവേഴ്സിനെ കുറിച്ച് ഉള്ള പഠനശാഖയാണ് ആസ്ട്രോണമി. പണ്ടുകാലം തൊട്ടേ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് പഴയ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനമാണ് കോപ്പർനിക്കസ്, സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്നും അതുപോലെ എങ്ങനെയാണത് കറങ്ങുന്നതെന്ന്, പ്ലാനറ്റ്സിൻ്റെ മോഷൻ എലിപ്റ്റിക്കലാണെന്നും പറഞ്ഞ ജോനാസ് കെപ്ലർ, മുമ്പേ തൊട്ടേ ഗലീലിയോയുടെ തിയറികൾ, അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നൽകിയിട്ടുള്ള സർ ഐസക് ന്യൂട്ടൺ, ഇനിയും തീരുന്നില്ല, ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ ആസ്ട്രോണമി, ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ഭാഗത്തേക്കുള്ള അറിവ് നൽകുന്നത്. ആദ്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുക്കളിലും നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു നിയമമാണ് ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സർ ഐസക് ന്യൂട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾ ആപ്പിളിൻ്റെ കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അതിന് കഥയിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ ലോ മുമ്പ് പഠിച്ചു തന്നെ ഒന്നും കൂടി പഠിക്കാം. ഇത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും പ്രയോഗിക്കാവുന്ന ഒരു നിയമമാണ്. അതായത് പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുക്കളും, അതായത് രണ്ട് വസ്തുക്കൾ നമുക്ക് എടുക്കാം, രണ്ട് വ്യത്യസ്ത മാസ്സുള്ള രണ്ട് വസ്തുക്കൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് വസ്തുക്കളുടെ മാസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടെണ്ണം എന്നുള്ളതുകൊണ്ട് M1 ഉം M2 എന്നും കൊടുക്കാം. അപ്പോൾ ഈ M1 ഉം M2 ഉം അതിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള അകലം R ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് വസ്തുക്കൾക്കിടയിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷൻ മൂലമുള്ള ഈ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് ന്യൂട്ടന്റെ ഈ ലോയുടെ ഫോർമുലേഷൻ കാരണമാണ്. അപ്പോൾ ഈ ലോ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഈ ക്വാണ്ടിറ്റീസിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് അവയുടെ മാസുകൾ, മറ്റൊന്ന് അതിന്റെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിന്റെ മാസ് കൂടിക്കഴിഞ്ഞാൽ അടുത്ത വസ്തുവിനോടുള്ള അട്രാക്ഷൻ എന്ത് സംഭവിക്കും? കൂടുന്നു അല്ലെ? അപ്പൊ മാസ് കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇവയ്ക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുന്നു. എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലെ അതിന്റെ മാസ്, രണ്ട് മാസുകളും. അപ്പൊ രണ്ട് മാസ് കൊടുക്കുമ്പോൾ എന്ത് വരും? M1 ഇൻറ്റു M2 ഇൻറ്റു എന്ന് നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ gravitational force is directly proportional to product of the masses. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഫോഴ്സ് ഡിസ്റ്റൻസുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ഡിസ്റ്റൻസ് കൂടുമ്പോൾ, ഇതിടയിലുള്ള അകലം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവയ്ക്കിടയിലുള്ള ഫോഴ്സ് കുറയുന്നു. അപ്പൊ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നാണ് പറയുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് എഴുതാനായിട്ട് 1/r² എന്നാണ് എഴുതുക. ഇവിടെ ആറിന് മാത്രമല്ല എഴുതുന്നത്, ഒരു സ്ക്വയറും കൂടിയുണ്ട്. അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടാണ് ന്യൂട്ടന്റെ ഈ ലോ ഫോർമുലേറ്റ് ചെയ്തത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? എപ്പോഴും അട്രാക്റ്റീവ് ആണ്, ഒരിക്കലും റിപ്പൽസീവ് അല്ല. അങ്ങനെയുള്ള ആ ഫോഴ്സ് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, the force is directly proportional to product of their masses and inversely proportional to square of the distance between them. ഇതിനെയാണ് നമ്മളൊരു ലോ ആയിട്ട് എഴുതുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ ലോ ഒന്ന് എഴുതാം. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മുമ്പ് പഠിച്ചിട്ടുള്ളതുമാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങളാണ് ഇവിടെ ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ഇതിനൊരു ഫോർമുല കിട്ടണ്ടേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ചേർത്താൽ എന്ത് എഴുതാൻ പറ്റും? F ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ R². ഇനിയിപ്പോൾ ഈ പ്രപ്പോർഷണൽ എന്നുള്ള ഈ ചിഹ്നം അങ്ങോട്ട് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്?
ഒരു ഈക്വലും ഒരു കോൺസ്റ്റന്റും ആണ് സാധാരണ ഇടാറ്. അതുപോലെ ഇവിടെയും ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ജി. ഇവിടെ ഇടുന്ന കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ആ ക്യാപിറ്റൽ ലെറ്റർ ജി ഇട്ടിട്ട് ബാക്കിയൊക്കെ അതുപോലെ ഇറക്കി എഴുതാം. ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് അതിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ന്യൂട്ടൺസ് ലോ ഉപയോഗിക്കുന്നത്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഉണ്ട് ഇവിടെ, ബാക്കി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കോൺസ്റ്റന്റിന്റെ പേരെന്താണ്? ദിസ് ജി ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. കാരണം ഇത് യൂണിവേഴ്സൽ ആയിട്ട്, അതായത് ഏതൊരു വസ്തുക്കൾക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ എളുപ്പത്തിന് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് മാത്രം പറഞ്ഞാലും മതി. ജിക്ക് ഒരു വിലയുണ്ട്. ദാറ്റ് ഈസ് 6 പോയിന്റ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഈ ഒരു വിലയാണ്. 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ഇവിടെ നമുക്ക് ന്യൂട്ടൺസ് ലോയിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഈ ന്യൂട്ടൺസ് ലോയിൽ നിന്ന് ഇപ്പോൾ ന്യൂട്ടൺസ് ലോ എന്താന്ന് മനസ്സിലായി, അതിന്റെ ഇക്വേഷൻ എന്താന്ന് മനസ്സിലായി, അതിലുപയോഗിക്കുന്ന കോൺസ്റ്റന്റിന്റെ പേരും അതിന്റെ വിലയും കിട്ടി അല്ലേ. ഒരു കോൺസ്റ്റന്റ് നമുക്ക് ജി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഇതിൽ ഉപയോഗിക്കുന്ന അടുത്ത പോയിന്റ് ആണ്. ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഡിഫൈൻ ജി എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ഇതാണ് ജി അല്ലെ. അപ്പൊ ജി ഈക്വൽ ടു എന്നാക്കി മാറ്റാം. ഈ ഇക്വേഷന് ജി ഈക്വൽ ടു എന്നാക്കി മാറ്റിയാൽ എന്ത് വരും? ദാറ്റ് ഈസ് എഫ് ആർ സ്ക്വയർ ബൈ m1 m2. ഇതെങ്ങനെയാണ് വന്നത്? ജി ഇവിടെ നിർത്തി, ആർ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോയി, m1 m2 താഴേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ കിട്ടി അല്ലെ. ഇനി നമുക്കിതില് ഒരു ചെറിയ അസംഷൻ എടുക്കാം. ഇഫ് m1 ഈക്വൽ ടു m2 ഈക്വൽ ടു 1 kg. നമ്മൾ എടുക്കുന്ന 2 മാസുകളും 1 കിലോഗ്രാം മാസ് വീതമുള്ളതാണ് എന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ആർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 കിട്ടും അല്ലെ. ഇവിടെ 1 സ്ക്വയർ 1 തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ then G will be equal to F. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഫോഴ്സിന് തുല്യമാണ് എപ്പോ? when the masses are of unit kilogram and unit distance separation വരുമ്പോൾ. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ. ഇനി ഇതിന്റെ യൂണിറ്റ് നമ്മളിവിടെ നേരിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഫോർമുലയിൽ നമുക്ക് യൂണിറ്റ് ഓഫ് ജിയും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഈ യൂണിറ്റ് കണ്ടുപിടിക്കുക? ജി ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ ബൈ m1 m2 ആണെന്ന് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്താണ്? ദാറ്റ് ഈസ് ന്യൂട്ടൺ അല്ലെ. എന്താണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷന്റെ യൂണിറ്റ്? മീറ്റർ. അതിനിവിടെ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറും എടുത്തെഴുതി. ബൈ m1 മാസിന് എന്താണ്? കിലോഗ്രാം. ഇൻറ്റു കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്ത് വരും? കിലോഗ്രാം സ്ക്വയർ. ജിയുടെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ നമ്മളിവിടെ എഫിന് ml(t⁻²), ആറിന് L, അപ്പൊ L സ്ക്വയർ, m1 ഇൻറ്റു m2, m ഇൻറ്റു m എന്നുള്ളത് m സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ നിന്ന് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ m⁻⁻1 L³ t⁻². ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ് ഒരു വെക്റ്റർ ഫോം. ഗ്രാവിറ്റേഷണൽ ഇതുവരെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ വെക്റ്റർ ഫോം ആണ് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വെക്റ്റർ ഫോം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ വീണ്ടും 2 മാസുകൾ എടുത്തു, m1 m2. ഇതാണ് ഫസ്റ്റ് മാസ്, സെക്കൻഡ് മാസ്. ഇത് രണ്ടും തമ്മിലുള്ള അകലം r, സെന്ററുകൾ തമ്മിലുള്ള അകലം r ആണ് എന്ന് നമുക്കറിയാം. ഇതില് നമുക്കിവിടെ ഈ ഒരു ബോഡീനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ ബി എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ദിസ് ഈസ് എ ബോഡി എ ആൻഡ് ബോഡി ബി. ഈ ബോഡി എയും ബോഡി ബിയും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് നമുക്കറിയാം. ദാറ്റ് ഈസ് F is equal to G m1 m2 by r സ്ക്വയർ. ഇത് വെക്ടർ ഫോമിലല്ല,
നമുക്ക് ഈ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി എന്നാണ് എഴുതുന്നത്. അപ്പൊ ഫോഴ്സ് ഓൺ എ ഇതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡ്യൂ ടു ബി എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരും? ഇതാ ഇവിടുന്ന്. ഇത് തമ്മിലുള്ള ഈ അകലത്തെ, അതായത് ഇവിടെ തൊട്ട് ഇതിന്റെ സെന്റർ വരെയുള്ള ഈ അകലത്തെ ഈ ഡയറക്ഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? വെറും ആർ എന്നാണോ എഴുതുന്നത്? ഇത് രണ്ടാമത്തെ വസ്തുവിൽ നിന്ന് ഒന്നാമത്തെ വസ്തുവിലേക്കാണ് ആരോ മാർക്ക് പോകുന്നത്. അപ്പൊ എന്തെഴുതും? R21 തുടങ്ങുന്നത് ആദ്യം എഴുതി, എവിടേക്ക് പോകുന്നു എന്ന് അവസാനം എഴുതി. അപ്പൊ ഇതാണ് ഇവിടെ വെക്ടർ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലായിരിക്കും ഏത് ഫോഴ്സ് ഉണ്ടാവുക? ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ഡ്യൂ ടു സെക്കൻഡ് ബോഡി. അതായത് ഈ വസ്തുവിന്റെ മുകളിൽ രണ്ടാമത്തെ വസ്തു കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് F12. അപ്പൊ ഏത് വസ്തുവിന്മേലാണോ ഉള്ളത് അത് ആദ്യം എഴുതി, ഏത് രണ്ടാമത്തെ വസ്തു ഏതാണോ അത് രണ്ടാമത് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് നമുക്ക് എഴുതുന്നത്? ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി. അപ്പൊ ഒന്നാമത്തെ വസ്തുവിന്മേല് രണ്ടാമത്തെ വസ്തു മൂലമുള്ള ഫോഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്? F12 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഈ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ജിക്ക് മാറ്റില്ല, അത് കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. M1 M2 ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ആറിന് വെറും ആറല്ല എഴുതുന്നത്, R21 രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ. ഇവിടെ ഇതുവരെ നമ്മൾ എഴുതി കൊടുത്ത് ഒരു വെക്ടറും ഇല്ല. അപ്പൊ ഇതിവിടെ വെക്ടർ ഉണ്ടെങ്കിൽ ഈ സൈഡിലും എന്തായിരിക്കണം? വെക്ടർ ആയിരിക്കണം. ആ വെക്ടർ ആക്കാനായിട്ട് നമ്മൾ ഇടുന്നത് ഈ R21 എന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ ഓൺലി ഷോസ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ ആണ്? ബിയിൽ നിന്ന് എയിലേക്ക്. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. അപ്പോൾ ഒരു വസ്തുവിന്മേലുള്ള ഫോഴ്സ് കിട്ടി. ഇതേപോലെ നമുക്ക് എന്തെഴുതാം? ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. അപ്പോൾ രണ്ടാമത്തെ വസ്തുവിലേക്ക് ഇതാ ഇവിടെ നിന്നുള്ള ഈ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഇതാണ് ഇവിടെ ആർ എന്നുള്ളതിന് പകരം ഇവിടെ എന്തെഴുതും? ആർ എവിടെ നിന്ന് എവിടേക്ക്. അപ്പൊ എന്താണ്? 1 2. അതാണ് ഈ ഡിസ്റ്റൻസിന്റെ ഡയറക്ഷൻ. ഡിസ്റ്റൻസ് എന്നല്ല ഇപ്പൊ പറയുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത് ഏത് ദിശയിലാണ് എന്ന് കാണിക്കുന്ന ഡയറക്ഷൻ. അപ്പൊ ഈ വസ്തുവിന്മേലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബോഡിയാണ്. അത് ഏത് മൂലാണ്? ഫസ്റ്റ് ബോഡി മൂലാണ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് F21 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എഴുതുന്നത് എങ്ങനെയാണ്? F21 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് GM1 M2 എന്നുള്ളതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ R എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഏതാണ് R12 അതിന്റെ സ്ക്വയർ. ഇനി ഇതിനെ വെക്ടർ ആക്കാൻ എന്തെഴുതും? R12 യൂണിറ്റ് വെക്ടർ, അല്ലെ? യൂണിറ്റ് വെക്ടർ R12 ഇട്ടു. ഈ രണ്ട് ഇക്വേഷനുമാണ് നമുക്ക് കിട്ടിയത്. ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് ഇത്രയും ഭാഗം അറിയാം, എന്താണ്? സെയിം ആണ്. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ GM1 M2 by R21 സ്ക്വയർ എന്ന് പറയുന്നതും GM1 M2 by R12 സ്ക്വയർ എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം R12 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, R21 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പൊ അത് സെയിം ആണ്. പക്ഷെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? R12 എന്ന യൂണിറ്റ് വെക്ടറും R21 എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. പക്ഷെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഒന്ന് ലെഫ്റ്റിലേക്ക്, ഒന്ന് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ മറ്റൊന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ പറയാ? ഓപ്പോസിറ്റ് എന്ന് കാണിക്കാൻ ഒരു മൈനസ് സൈൻ ഇടുന്നു, അല്ലെ? ആ മൈനസ് സൈന് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. എന്താ കാരണം? ഇത് രണ്ടും അപ്പൊ എന്ത് വ്യത്യാസമേ ഉള്ളൂ? ഡയറക്ഷനിൽ മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഇക്വേഷൻ 1ഉം 2 ഉപയോഗിച്ച് നമുക്ക് എന്തെഴുതാം? 2 ഈക്വൽ ടു വെക്ടർ F21 എന്ന് കിട്ടി. ഇത് നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനിൽ പ്രകാരമുള്ള ഫോഴ്സിനെ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്, അല്ലെ? ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഇത് രണ്ട് വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളാണ്. ആ രണ്ട് ഫോഴ്സുകളും തുല്യവും വിപരീതവുമാണ് എന്ന് ഇതിൽ നിന്ന് കിട്ടുന്നു. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ വെക്ടർ ഫോം. ഓക്കെ, ഇന്ന് നമുക്ക് ഇതുകൊണ്ട് നിർത്താം. എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്രാവിറ്റേഷനിലെ ആദ്യത്തെ നിയമം ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. അത് എല്ലാ വസ്തുക്കൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടി, G എന്ന് പറയുന്നത്. ആ G എന്താണ്? അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിച്ചു. ജിയുടെ വാല്യൂ, ജിയുടെ ഡെഫിനിഷൻ, ജിയുടെ യൂണിറ്റ്, ജിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഒരു കാര്യം കൂടി പറയാം, G ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി, അല്ലെ? ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഒന്നും ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, താങ്ക് യു.